ഹലോ, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ലേബർ റൂമിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എന്നാൽ ചോദിക്കാൻ മടിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് വജന ഏരിയ എന്തിനാണ് കട്ട് ചെയ്യുന്നത്, PV ചെയ്യുന്നത് എന്തിനാണ്, വയറ് കഴുകുന്നത് എന്തിനാണ്, ഇതുപോലെ വജനയിൽ കെട്ട് വന്നു കഴിഞ്ഞാൽ അത് എത്ര ദിവസം കൊണ്ടാണ് ഉണങ്ങുന്നത്, ബ്ലീഡിങ് എന്തോരം നേരം വരും, ഇങ്ങനത്തെ കുറേ സംശയങ്ങളും ഡൗട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പലരും ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തന്നിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പ്രസവത്തിനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ ഡോക്ടർ കറക്റ്റായിട്ട് അഡ്മിറ്റ് ആവേണ്ട ഒരു ദിവസം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുഞ്ഞിന് അനക്കക്കുറവുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേബർ പെയിൻ എടുത്തിട്ടാവാം നിങ്ങൾ പോകുന്നുണ്ടാവാം. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ നിങ്ങൾ മുൻകൂട്ടി നിങ്ങളുടെ ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് മുൻകൂട്ടി നമ്മൾ ഹോസ്പിറ്റലിൽ അറിയിക്കണം. കാരണം കറക്റ്റ് സമയത്ത് ചിലപ്പോൾ ഡോക്ടർ അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ മുൻകൂട്ടി ചെല്ലുന്നതിന് മുമ്പേ നിങ്ങൾ വിളിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർക്കും അതേ സമയം അങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി പലരും ചോദിക്കാൻ മടിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രസവത്തിനായിട്ട് പോകുമ്പോൾ ഈ ഒരു പ്രൈവറ്റ് ഏരിയയിലത്തെ ഹെയർ ഷേവ് ചെയ്യണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഷേവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ചെയ്താലും ചെയ്തില്ലേലും അവർ ലോവർ അബ്ഡോമനിലുള്ള ഹെയറും അതുപോലെ പ്രൈവറ്റ് ഏരിയയിലുള്ള ഹെയറും ഒക്കെ അവർ ഷേവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാതിരിക്കാനും അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കുവാനായിട്ട് അവർ അബ്ഡോമൻ ഏരിയയും അതുപോലെ നമ്മുടെ പ്രൈവറ്റ് ഏരിയയും ഒക്കെ അവരൊരു ആൻറ്റിസെപ്റ്റിക് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. അടുത്തൊരു സംശയം പലരും ചോദിക്കാറുള്ളത്, എന്തിനാണ് വയറ് കഴുകുന്നത്, അതായത് എനീമ ചെയ്യുന്നത് എന്തിനാണ്, വയറ് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രസവം നടക്കുമോ എന്നും പലരും ചോദിക്കാറുണ്ട്. ഇങ്ങനെ എനീമ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഫുള്ളായിട്ട് ക്ലീൻ ആവുന്നതാണ്. ചിലവർക്ക് ലൂസ് മോഷൻ ഒക്കെ ഒരു സമയത്ത് വരാറുണ്ട്. അതുപോലെ നോർമൽ ഡെലിവറിയുടെ സമയത്ത് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്തൊക്കെ മോഷൻ ചിലർക്ക് പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ എനീമ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു എനീമ ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്കാണെങ്കിൽ പ്രസവ വേദന സ്റ്റാർട്ട് ആവാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ പെയിൻ വരികയോ അതുപോലെ ബ്ലഡ് കാണുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡോക്ടറെ അറിയിക്കേണ്ടതുമാണ്. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഈ ഒരു PV എന്ന് പറയുന്നത്, അതായത് ഉള്ളു പരിശോധന എന്ന് പറയുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, എപ്പോഴാണ് നമുക്കിത് ചെയ്യുക, ഉള്ളു പരിശോധന ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രസവം നടക്കുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഉള്ളു പരിശോധന അതായത് PV എന്ന് പറയുന്നത് നമ്മുടെ വജനൽ എക്സാമിനേഷൻ ആണ്. അതായത് ഞങ്ങളുടെ ഗർഭപാത്രം വികസിച്ചിട്ടുണ്ടോ, കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടോ, കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലോട്ടാണോ എന്നൊക്കെ അറിയാനാണ് ഈ ഒരു PV ചെയ്ത് നോക്കുന്നത്. സാധാരണ 36 ആഴ്ചയിൽ അല്ലെങ്കിൽ 37 ആഴ്ച തൊട്ടാണ് ഇങ്ങനെ PV ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫ്ലൂയിഡ് ബ്രേക്ക് ആയിട്ടോ അല്ലെങ്കിൽ പ്രസവ വേദന വന്നിട്ടൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടർമാർ PV ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ സർവീസ് എത്രമാത്രം ഓപ്പൺ ആയിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട് എന്നാണ് അവർ നോക്കുക. അത് വിരൽ വെച്ചിട്ട് എത്ര 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ അങ്ങനെ എത്ര സെൻറ്റിമീറ്ററൊക്കെയാണ് അത് വികസനം വന്നിട്ടുണ്ടോ എന്ന് അവർ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളോട് PV ചെയ്യാനായിട്ട് കയറി കിടക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര പേടിയോട് കൂടി കിടക്കാൻ പാടില്ല. പകരം ഭയങ്കര റിലാക്സ് ആയിട്ട് കിടക്കുക. ഇപ്പോൾ ഈ ഒരു പെൽവിക് ഏരിയയുടെ മസിൽസൊക്കെ നല്ല ലൂസായിട്ട് ഇരിക്കണം. എന്നാൽ മാത്രമേ ഡോക്ടർക്ക് PV ചെയ്ത് നോക്കാനും നമ്മൾക്ക് അധികം വേദന ഇല്ലാണ്ടിരിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ റിലാക്സ് ആയിട്ട് ലൂസായിട്ട് കിടക്കുമ്പോഴാണ് നല്ല രീതിയിൽ ഡോക്ടർക്ക് അത് എക്സാമിൻ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. PV ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർമാർ 2 ഫിംഗർ വെച്ചിട്ടാണ് പരിശോധിച്ച് നോക്കാറ്. ഇപ്പോൾ ഈ PV ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വേദനയല്ല ഉണ്ടാവാറ്, ഒരു എന്താ പറയുക, ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ടാണ് നമുക്ക് തോന്നുക. അല്ലാണ്ട് ഭയങ്കര കഠിനമായിട്ട് വേദന ഉണ്ടെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയുക പോലും ചെയ്യില്ല. ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ PV ചെയ്ത് നോക്കിയിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സിസേറിയൻ ആണ് ഉള്ളതെങ്കിൽ അവർ PV ചെയ്ത് നോക്കില്ല. നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് മാത്രമാണ് അങ്ങനെ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചില ഡോക്ടർമാരാണെങ്കിൽ പ്രസവത്തിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സമയത്തായിരിക്കും ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രസവത്തിനായിട്ട് ചെല്ലുമ്പോഴായിരിക്കും ചെയ്ത് നോക്കുക. അല്ലാതെ മുൻകൂട്ടി ചിലവർ നോക്കാറുമില്ല. ഇനി അടുത്തൊരു കാര്യം എപ്പിസിയോട്ടമി, അതായത് വജനയിൽ കട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് നോർമൽ ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് കാണുന്ന സമയത്താണ് എപ്പിസിയോട്ടമി ചെയ്യുന്നത്. അത് ചിലർ ചോദിക്കും, വജനയിൽ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേദനയൊക്കെ ഉണ്ടാവില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഡോക്ടർമാർ അവിടെ ചെറിയൊരു ഇഞ്ചക്ഷൻ ചെയ്ത് തരിപ്പിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതുപോലെ വജനയിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേദന അനുഭവപ്പെടുന്നില്ല. ഇനി ഈ വജനയിൽ കട്ട് ചെയ്തതിന് ശേഷം അവരത് സ്റ്റിച്ച് ഇടുന്ന സമയത്ത് ചിലർ പറയാറുണ്ട്
വേദന ഉണ്ടാവാറുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചക്ഷൻ്റെ തരിപ്പ് മാറിയത് കൊണ്ടാണ് നിങ്ങൾക്ക് വേദന തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാരോട് പറയുകയാണ് എനിക്ക് വേദനയുണ്ട് സ്റ്റിച്ച് ഇടുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടർമാർ ഒന്നും കൂടെ അവിടെ ഈ തരിപ്പിച്ചതിന് ശേഷമേ സ്റ്റിച്ച് ഇടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞാൽ മാത്രമേ അവർക്കത് അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അവർ നേരെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ പറയണം നിങ്ങൾക്ക് വേദന ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ ധരിപ്പിച്ചതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് ഇടുകയുള്ളൂ. അപ്പോൾ ആ കാര്യം ആരും മറക്കരുത്. ഇനി എപ്പിസിയോട്ടമി ചെയ്ത ആ ഒരു സ്റ്റിച്ച് ഉണങ്ങാനായിട്ട് നമുക്ക് എത്ര സമയം എടുക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഏകദേശം 2 ആഴ്ച അതല്ലെങ്കിൽ കൂടിയാൽ 3 ആഴ്ച അതിനുള്ളിൽ തന്നെ സ്റ്റിച്ച് ഉണങ്ങുന്നതായിരിക്കും. ഇനി പലരും ചോദിക്കുന്ന ഒന്നാണ് എന്താണ് പ്രസവ വേദന എന്ന്. പ്രസവ വേദന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് വയറിൻ്റെ അടിവയറ്റിലേക്ക് വേദന വരികയും അതുപോലെ നിങ്ങളുടെ വയറ് ടൈറ്റ് ആവുകയും ലൂസ് ആവുകയും ചെയ്യും. ഇതിനെ കോൺട്രാക്ഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് പെയിനും കൺട്രാക്ഷനും നിങ്ങൾക്ക് ഓരോ 15 മിനിറ്റ് കൂടുന്തോറും അങ്ങനെ ഇൻ്റർവെൽസിൽ നിങ്ങൾക്ക് വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കേണ്ട, നേരെ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ. അത് പ്രസവ വേദനയാണ്. ഇനി പ്രസവം കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ചിലവർക്കാണെങ്കിൽ ഉടൻ തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവുകയും നമുക്ക് പാൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ചിലവർക്കാകട്ടെ 2 ദിവസമൊക്കെ എടുക്കും പാല് ഉണ്ടാവാനായിട്ട്. അപ്പോൾ ചില ഡോക്ടർമാർ ചെറിയ ടാബ്ലറ്റൊക്കെ നൽകാറുണ്ട് പാൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കുഞ്ഞ് നല്ല രീതിയിൽ സക്ക് ചെയ്ത് പാല് കുടിക്കും തോറുമാണ് നമുക്ക് നല്ല രീതിയിൽ പാൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആദ്യ സമയത്തൊക്കെ കുഞ്ഞ് പാൽ കുടിക്കാത്തൊരു മടി കാണിക്കും. അപ്പോൾ നിങ്ങൾ പാൽ പിഴിഞ്ഞ് കൊടുക്കാനോ അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തീരെ കുടിക്കാൻ മടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. കുഞ്ഞിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പാല് സക്ക് ചെയ്ത് കുടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചിലവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രസവശേഷം ബ്ലീഡിങ് എത്ര നാൾ നിൽക്കും എന്നുള്ളത്. ഏകദേശം ഒരു 6 ആഴ്ചയോളം ബ്ലീഡിംഗ് ഒക്കെ കാണാറുണ്ട്. അതിനുശേഷം ചിലവർക്കാണെങ്കിൽ കുറേശ്ശെ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്, എന്നാലും അധികം പോവില്ല. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സി സെക്ഷൻ ഡെലിവറി ആണ് ആദ്യത്തേതെങ്കിൽ രണ്ടാമത്തേതും സി സെക്ഷൻ ആകുമോ എന്ന്. നിങ്ങളുടെ ആദ്യത്തെ പ്രസവവും രണ്ടാമത്തെ പ്രസവവും തമ്മിൽ 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി സാധ്യമാണ്. എന്നാൽ അധികം ഗ്യാപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സി സെക്ഷൻ തന്നെ ആവുകയുള്ളൂ. കാരണം നമുക്ക് ഓൾറെഡി ഇട്ട സ്റ്റിച്ച് വലിയുന്നത് കൊണ്ട് ഡോക്ടർമാർ റിസ്ക് എടുക്കില്ല, ഓൾറെഡി സി സെക്ഷൻ തന്നെയായിരിക്കും ചെയ്യുക. ഇനി അടുത്തത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫ്ലൂയിഡ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടോ, ഉടനെ ഡെലിവറി ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലൂയിഡ് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ പോണേക്കാൾ മുമ്പായിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് പറയുക ഇങ്ങനെ ഫ്ലൂയിഡ് ബ്രേക്ക് ആയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവരാദ്യം തന്നെ നിങ്ങളുടെ ഹാർട്ട് റേറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, കുഞ്ഞിന് അനക്കക്കുറവുണ്ടോ, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റൊക്കെ വല്ല വേരിയേഷൻ ഉണ്ടോ, കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ വല്ല പ്രോബ്ലംസ് ഉണ്ടെന്നാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ സി സെക്ഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർ നോർമൽ ഡെലിവറിക്കായിട്ട് വെയിറ്റ് ചെയ്യും. എന്തായാലും ഫ്ലൂയിഡ് ബ്രേക്ക് ആയി കഴിഞ്ഞാലും നമുക്ക് പെയിൻ വന്നാലാണ് നമുക്ക് പ്രസവം നോർമൽ ഡെലിവറി ആണെങ്കിൽ നടക്കുക. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലാണ് സി സെക്ഷൻ ചെയ്യുക. അപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.